നമസ്കാരം. അഘോരവിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദരമായ സ്വാഗതം. ഇന്ന് നമ്മൾ അഘോരവിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഈ നെഗറ്റീവ് ഊർജം അഥവാ ഒരു പൈശാചിക ശക്തി നമ്മളെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും ഇടപെട്ട് അതിനെ മുടക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ് നെഗറ്റീവ് എനർജി അഥവാ പൈശാചിക വിശക്തി. നമുക്ക് അത് കണ്ടെത്താനോ അല്ലെങ്കിൽ നമ്മൾക്കത് അനുഭവിച്ചറിയാനോ ചിലപ്പോൾ കഴിഞ്ഞിരിക്കാം. ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും, നമ്മളിൽ ഒരു നെഗറ്റീവ് ഊർജം കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത്. ആ നെഗറ്റീവ് ഊർജം എന്താണോ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് പലർക്കും അറിയാൻ കഴിയില്ല. കാരണം ഇതിന്റെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നന്മയുടെ പല ഘട്ടങ്ങളും നമുക്ക് നന്മയുടെ മുന ഒടിച്ചു കളയാൻ കഴിവുള്ള ഒരു ഊർജമാണ് നെഗറ്റീവ് ഊർജം അഥവാ പൈശാചിക ശക്തി എന്ന് പറയുന്ന ഒരു ശക്തി. അതൊരു എനർജിയാണ്. നമ്മൾക്ക് അത് പലതരത്തിലും നമ്മുടെ ശരീരത്തിൽ വന്നുകൂടാം, മനസ്സിൽ വന്നുകൂടാം, നമ്മുടെ ചുറ്റുപാടുകളിൽ വന്നുകൂടാം, നമ്മുടെ വീടുകളിൽ വന്നുകൂടാം, നമ്മുടെ സ്ഥാപനങ്ങളിൽ വന്നുകൂടാം, നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് അതിൽ വന്നുകൂടാം, നമ്മുടെ ജോലിയിൽ വന്നുകൂടാം, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്നുകൂടാം, നമ്മളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വന്നുകൂടാം, എന്തിനു വേണ്ടി നമ്മളും സുഹൃത്തുക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വന്നുകൂടാം. അങ്ങനെ നമ്മുടെ സമസ്ത മേഖലകളിലും ഈ പൈശാചിക ശക്തി അഥവാ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഈ സാധനം നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമ്മുടെ എല്ലാ സമസ്ത മേഖലകളിലും വന്നുകൂടാം എന്നുള്ളതാണ്. ഇങ്ങനെ വന്നുകൂടി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഈ ഒരു എനർജി ബാധിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഈ വിഷയം ഇന്ന് എടുക്കാൻ ഒരു കാരണം ഉണ്ടായത് എന്താ വെച്ചാൽ, എന്നെ വിളിച്ച് സംസാരിക്കുന്ന ചില വ്യക്തികൾ പറഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ്. കാരണം അവര് പറയുന്നത് അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോയിരുന്ന ഫാമിലി ആയിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചു പോവാൻ മാർഗമുള്ള ഒരു സ്ഥാപനമായിരുന്നു, ഹോട്ടല്, അതുപോലെ പലതരത്തിലുള്ള ബിസിനസ്സുകൾ. അപ്പോൾ അത് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടി ജീവിച്ചു പോകുന്ന കുടുംബമായിരുന്നു. പെട്ടെന്ന് അവർക്ക് ഈ വരുമാനം നിലയ്ക്കുകയാണ് ഉണ്ടാവുന്നത്. പെട്ടെന്ന് വരുമാനം നിലച്ചു. അതായത് ഒരു 100 രൂപ എടുത്തിട്ട് കച്ചവടത്തിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാൻ കഴിയാത്ത ഒരവസ്ഥ. കാരണം അവരുടെ ജീവിതം എങ്ങനെയോ കഴിഞ്ഞു പോകുന്നുണ്ടെന്നല്ലാതെ അതിൽ നിന്നും കാര്യമായിട്ടൊരു വരുമാനം ഇല്ലാത്ത അവസ്ഥ. അപ്പൊ ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവർക്ക് നെഗറ്റീവ് എനർജി അഥവാ പൈശാചിക ശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് മാത്രമല്ല അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇത് ഇങ്ങനെ വരുമ്പോ നമ്മുടെ എന്ത് മേഖലയാണോ നമ്മൾ ചെയ്യുന്നത്, അതായത് തൊഴിലായിക്കോട്ടെ, നമ്മുടെ ജോലി ആയിക്കോട്ടെ, അതല്ല നമ്മുടെ എന്ത് കർമ്മം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഈ സാധനം ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ആള് ഡൗൺ ആവും. മാനസികമായിട്ട് ഡൗൺ ആവും, ശാരീരികമായിട്ട് ഡൗൺ ആവും, സാമ്പത്തികമായിട്ടും എല്ലാം നശിച്ചു പോകും. അപ്പൊ ഇത് വേണ്ട സമയത്ത് കണ്ടെത്തി അതിന് വേണ്ട ഒരു ചികിത്സ അഥവാ ഒരു പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി മുച്ചൂട് മുടിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോ ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല മനസ്സിനല്ല എല്ലാ സ്ഥലത്തും ബാധിക്കും എന്ന് പറഞ്ഞു. അപ്പോ ഈ നെഗറ്റീവ് എനർജിയെ കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിൽ കൂടിയിട്ട് ഇത് എങ്ങനെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു എന്ന് ചോദിക്കും ചിലവർ. അപ്പോ ഇത് ബാധിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ഈ നെഗറ്റീവ് ഊർജം നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ബാധിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും വരുന്നതാണത്, അങ്ങനെ ബാധിക്കാറുണ്ട്. പിന്നെ ചില കണ്ണേറ് ദോഷം കൊണ്ടും ദൃഷ്ടിദോഷം കൊണ്ടും നമുക്ക് ബാധിക്കാറുണ്ട്. കണ്ണേറും ദൃഷ്ടി ഒന്ന് തന്നെയാണ് എങ്കിൽ പോലും നമ്മൾ രണ്ട് രീതിയിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ചില വ്യക്തികളിൽ, അതായത് നമ്മുടെ വളർച്ച കാണുമ്പോൾ ചില വ്യക്തികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു കുനിട്ട് ഒരു കുശുമ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ.
അതുമൂലവും നമുക്ക് നെഗറ്റീവ് എനർജി സംഭവിക്കാം. മറ്റുള്ളവരുടെ ആ ഒരു സംസാരം, അടക്കിപ്പിടിച്ചുള്ള സംസാരം, അവൻ നന്നാവോ, അവൾ നന്നാവോ, അവൻ നന്നാവോ, അവൾ നന്നായല്ലോ, അവള് നല്ല രീതിയിൽ ജീവിക്കണ്ടല്ലോ, കാറ് മേടിച്ചല്ലോ, അല്ലെങ്കിൽ സ്ഥലം മേടിച്ചല്ലോ, അല്ലെങ്കിൽ വീട് വെച്ചല്ലോ അവര്, ഇങ്ങനെ ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ അയൽവാസികൾ പോലും പറയും. ഇങ്ങനെ അടക്കിപ്പറച്ചലുകൾ ഉണ്ടാവുമല്ലോ. ഈ അടക്കിപ്പറച്ചലുകൾ നമുക്ക് നെഗറ്റീവായ എനർജി ആയിട്ട് വരാം. പിന്നെ ചില വ്യക്തികൾക്ക് അത്ര ശത്രുത തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തികൾ ചില കൂടോത്ര പരിപാടികൾ ചെയ്യാറുണ്ട്. അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ചില ഗൂഢതന്ത്രങ്ങൾ. ഗൂഢമായതാണ് കൂടോത്രം, അത് രഹസ്യമായതാണ് കൂടോത്രം. കൂടോത്രം എന്ന് പറഞ്ഞാൽ രഹസ്യമായ ഒരു സംഭവമാണ് എന്നുള്ളതാണ്. അപ്പൊ കൂടോത്രം ചെയ്യുന്ന വ്യക്തികൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കൂടോത്രം ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ബാധിക്കുന്ന തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തികളെ കാലക്രമേണ മെല്ലെ ബാധിച്ച് അവര് നാശത്തിലേക്ക് പോകും. കാരണം ഈ കൂടോത്രം ഫലിക്കുന്നത് എപ്പോഴാണ്? ഈ വ്യക്തികൾക്ക് ആർക്കെതിരെയാണോ പ്രയോഗിച്ചിട്ടുള്ളത് ആ പ്രയോഗിച്ച വ്യക്തിയുടെ മോശ സമയത്തായിരിക്കും ഇത് ഫലിക്കാൻ തുടങ്ങുക. അപ്പോ ഇത് ഫലം കണ്ടു തുടങ്ങുമ്പോൾ ഇവർക്ക് ഓരോന്നായിട്ട് നാശം തുടങ്ങി തുടങ്ങും. അപ്പൊ എന്തിന്? കൂടോത്രം പലതരത്തിൽ ചെയ്യുന്നുണ്ട്. തകിടിൽ ചെയ്യുന്നുണ്ട് കൂടോത്രം, ഭസ്മത്തിൽ കൂടോത്രം ചെയ്തിടാം. അതായത് ഇതിന് ഒക്കെ ഈ ആഭിചാര പ്രയോഗം എന്നാ പറയുക. പൂജയോ ഹോമോ ഒന്നും ആയിട്ടല്ലാതെ ചില ആഭിചാര പ്രയോഗങ്ങൾ ആണി കൊണ്ട് ചെയ്യാം. എന്തിന്? സമസ്ത കാര്യം കൊണ്ടും ചെയ്യാം. ഇനി കുറുക്കൻ എന്ന് പറയുന്ന ആ ഒരു ജീവി, ഫോക്സ്, ഈ കുറുക്കന്റെ എല്ലിൽ ചിലർ കൂടോത്രം ചെയ്യാറുണ്ട്. കുറുക്കന്റെ എല്ല് എടുത്തിട്ട് അതിൽ ചില മന്ത്രവാദ ക്രിയകൾ ചെയ്ത് അത് മറ്റുള്ള ആർക്കെതിരെയാണോ പ്രയോഗിക്കുന്നത് അവർക്കെതിരെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇവരുടെ നാശം സുനിശ്ചിതമാണ്. പിന്നെ അവർ ജീവിതത്തിൽ ഒരിക്കലും വളരില്ല എന്നുള്ളതാണ്. അത്ര നശിച്ചു പോവും, നശിച്ച് നാറാണക്കല്ലെടുക്കും ഈ എതിരെ പ്രയോഗിച്ച ആ ഏറ്റ വ്യക്തികൾ, കൂടോത്രം ഏറ്റ വ്യക്തികൾ. എന്നാൽ ഈ സാധനം കണ്ടുപിടിച്ച് തിരിച്ച് അത് ഒഴിവാക്കുക അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. അങ്ങനെ പല തരത്തിൽ കൂടോത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെ ചാരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വളരെ കുറഞ്ഞു പോയി. തമിഴ്നാട്ടിലും മറ്റുള്ള സ്ഥലത്തൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരം വ്യക്തികൾ ഇത് ചെയ്യുന്നത് അവര് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അത് വെറുതെ നമ്മളെ സൂചിപ്പിക്കാനല്ല. അവര് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, അവർക്ക് പൈസയാണ് ആവശ്യം. മറ്റവന് നാശമാണ് ആവശ്യം. ചെയ്യിപ്പിക്കുന്നവന് നാശമാണ് ആവശ്യം, ചെയ്യുന്നവന് പൈസയാണ് ആവശ്യം. അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ലത്. പക്ഷെ നമ്മളിപ്പോ അവിടെ പറയാൻ പോകുന്ന ആ വിഷയമല്ല. പക്ഷെ അതിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നാലേ നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ ഒരുവിധ ആൾക്കാർക്ക് എല്ലാം അറിയുന്ന കാര്യം തന്നെയാണിത്. അങ്ങനെ പലതരത്തിലും ഈ നമുക്ക് നെഗറ്റീവ് എനർജികൾ ബാധിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഈ നെഗറ്റീവ് എനർജികളെ നമ്മൾ എങ്ങനെയാണ് ഒഴിവാക്കുക? ചില കർമ്മങ്ങളിലൂടെയാണ്. അതായത് ചില മാന്ത്രിക ഹോമങ്ങളിലൂടെ, ചില പൂജാവിധാനങ്ങളിലൂടെ ഒക്കെ നമുക്ക് ഈ നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാം. ഈ നെഗറ്റീവ് എനർജിയുടെ കാഠിന്യം എത്രയുണ്ടോ അതിനനുസരിച്ചായിരിക്കണം ആ ഹോമത്തിന്റെ സംഖ്യയും, ഏത് ഹോമാ ചെയ്യേണ്ടതെന്നും ആ ഹോമത്തിന്റെ സംഖ്യയും കൂട്ടേണ്ടത് എന്നുള്ളതാണ്. അതിന്റെ കാഠിന്യം അനുസരിച്ചായിരിക്കും അതിന്റെ ദ്രവ്യങ്ങൾ ഉപയോഗിക്കേണ്ടത്, അതിന്റെ ചമതകൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ പിന്നെ നമ്മുടെ ആ ദോഷമേറ്റത് രാശി വെച്ച് നോക്കി അത് കണ്ടെത്തി അതിന് എത്ര കാഠിന്യം ഉണ്ടോ എന്നുള്ളതിനനുസരിച്ചായിരിക്കും പരിഹാരം ചെയ്യേണ്ടത് വരിക. സ്വാഭാവികമായിട്ടും സാധാരണക്കാരെ സംബന്ധിച്ച് ഇത്തരം പരിഹാരങ്ങളൊന്നും അത്ര പോസിബിളായ കാര്യമല്ല. കാരണം ഇതിന് നല്ല ചെലവ് വരുന്ന ചില പരിഹാരങ്ങളാണ് അതൊക്കെ. എന്നാൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് സാധാരണക്കാർക്ക് പോലും വളരെ ചുരുങ്ങിയ ചെലവിൽ, അതായത് ചെലവ് എന്ന് പറയാൻ വയ്യ, ഒന്നുമില്ല പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ പരിഹാരം ഒരു പരിധി വരെ നമുക്ക് ഇത് ദോഷങ്ങളെ നീക്കാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് നമ്മുടെ നെഗറ്റീവ് ഊർജത്തെ പൂർണ്ണമായും പുറന്തള്ളാൻ കഴിയും. അപ്പൊ നമ്മളിത് അറിയണമെങ്കിൽ, നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അധികം വൈകിക്കാതെ നല്ലൊരു അസ്ട്രോളജറെ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സംശയം തോന്നുകയാണെങ്കിൽ നല്ലൊരു അസ്ട്രോളജറെ നിങ്ങൾ സമീപിച്ച് ഒരു രാശി വെപ്പിക്കുകയാണ്, ഒരു പ്രശ്നം വെപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. താങ്കളുടെ വീട്ടുപേരും അതുപോലെ തന്നെ പേരും നക്ഷത്രവും വെച്ച് നമ്മളൊരു പ്രശ്നം വെക്കുക എന്നുള്ളതാണ്. ആ പ്രശ്നത്തിലൂടെ നല്ലൊരു അസ്ട്രോളജർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നം എന്താണോ, അത് എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിയും.
അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തക്കതായ പരിഹാരം ചെയ്യുകയാണ് നിർത്തിയുള്ളൂ. സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യമാണിത്. ഇത് ഒരു പരിധി വരെ നമുക്ക് ഉപയോഗിക്കാം. ഒരു പരിധി വരെ ദോഷങ്ങളെ നീക്കി നിർത്താനും നമ്മുടെ സ്ഥാപനങ്ങൾ കച്ചവടം നശിച്ച് പൂട്ടിപ്പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷ നേടാനും ഈ ഒരു പ്രയോഗം കൊണ്ട് സാധിക്കും. വളരെ സിമ്പിളായ പ്രയോഗമാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, നെഗറ്റീവ് ഊർജം പുറന്തള്ളാൻ വേണ്ടിയിട്ട് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് പൂജിക്കുമ്പോൾ അതിന്റെ ടയറിന്റെ അടിഭാഗത്ത് ചെറുനാരങ്ങ വെക്കാറുണ്ട്. എന്നിട്ട് അമ്പ് കൂടെ കയറ്റി വണ്ടി കയറ്റാറുണ്ട്. അതെന്തിനാണ്? നെഗറ്റീവ് ഊർജം കളയാനാണ്. ചില കടകൾ സ്ഥാപനങ്ങളിൽ ചെറുനാരങ്ങ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവാം. ഇതെന്തിനാണ്? നെഗറ്റീവ് ഊർജം കളഞ്ഞ് പുതിയ ആൾക്കാരെ ആകർഷിക്കാൻ കൂടിയാണ്. ഇതിനൊരു വശ്യത കൂടിയുണ്ട്. നമുക്ക് വശ്യം വരും തീർച്ചയായിട്ടും. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നെഗറ്റീവ് ഊർജം കളയുക മാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിലേക്ക് മറ്റുള്ളവരെ വരാൻ വേണ്ടി ആകർഷിക്കും എന്നും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ കടകളുടെ കാര്യം പറഞ്ഞു. അതേപോലെ നമ്മൾ ചെറുനാരങ്ങ കൊണ്ട് പല തരത്തിൽ നെഗറ്റീവ് ഊർജം കളയാറുണ്ട്. ക്ഷേത്രങ്ങളിലെ കണ്ടില്ലേ നാരങ്ങമാല ചാർത്തുന്നത്? ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് നാരങ്ങമാല ചാർത്താറുണ്ട്. അത് ഗണപതിക്ക് ചാർത്താറുണ്ട്, ഹനുമാൻ സ്വാമിക്ക് ചാർത്താറുണ്ട്. അങ്ങനെ പലതരത്തിലും പല ദേവതകൾക്കും ചാർത്താറുണ്ട്. പക്ഷെ ഇത് എന്തിനാണ്? നമ്മുടെ നെഗറ്റീവ് ഊർജം കളയാനാണ് ഭഗവാൻ അത് നമ്മൾ ചാർത്തി കൊടുക്കുന്നത്. അതുപോലെ തന്നെ നാരങ്ങ വിളക്ക് കണ്ടില്ലേ? നാരങ്ങ വിളക്ക് കത്തിക്കാറുണ്ട്. ഈ നാരങ്ങ കട്ട് ചെയ്ത് അതിൽ എണ്ണ ഒഴിച്ചിട്ട് വിളക്ക് കത്തിക്കാറുണ്ട്. ഇത് നമ്മുടെ നെഗറ്റീവ് ഊർജം കളയാനാണ്. അഥവാ നമ്മുടെ ഒരു ദോഷങ്ങളെ, അതായത് ഈ ആഭിചാരം പോലത്തെ പല ദോഷങ്ങളെയും കളയാനാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് അങ്ങനെ ഇത് ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറുനാരങ്ങ എടുത്ത് നിങ്ങളുടെ വീട്ടിലായിക്കോട്ടെ, സ്ഥാപനത്തിലായിക്കോട്ടെ, എന്തിലായിക്കോട്ടെ, നല്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ചെറുനാരങ്ങ കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുക. അത് അങ്ങനെ മാത്രം ചെയ്താൽ പോരാ. അത് ഒരു ദിവസം അങ്ങനെ ഇന്നിട്ടു നാളെ വീണ്ടും പുതിയ ചെറുനാരങ്ങയും പുതിയ വെള്ളവും ആയിരിക്കും. പുതിയ വെള്ളം ഒഴിച്ച് പുതിയ ചെറുനാരങ്ങയാണ് ഇട്ട് വെക്കേണ്ടത്. അങ്ങനെ അത് ദിവസം മാറ്റി കൊടുക്കണം. ഇത് ദിവസം 41 ദിവസം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ബാധിച്ച ദോഷങ്ങൾ നീങ്ങി നിങ്ങൾക്ക് ഐശ്വര്യം വരുന്നതും അഭിവൃദ്ധി വരുന്നതും സാമ്പത്തിക ലാഭം വരുന്നതും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും. ഇനി ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷം നീങ്ങുന്നില്ല, നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് അതിന് വേറെ പരിഹാരം തന്നെ ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങളുടെ ദോഷം നീങ്ങും. അപ്പൊ ഇങ്ങനെ ദോഷം നീങ്ങിക്കഴിഞ്ഞ് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളുടെ സ്ഥാപനത്തിനോ വീടിനോ ഒക്കെ വരാൻ തുടങ്ങും. ഇപ്പൊ നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലിയൊക്കെ നല്ല ഐശ്വര്യം വന്ന് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടായി, ശമ്പളം വർധനമൊക്കെ ഉണ്ടായി ഒക്കെ വരുന്നതാണ്. ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം കൂടും തോറും ഈ ആള് ഒരു കുണ്ടിൽ നിന്നും കുണ്ടിലേക്ക് ഇറങ്ങി പോകും. ഒരു വെച്ചടി കയറ്റുണ്ടാവില്ല, പരാജയമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ധനാഭിവൃദ്ധി വർദ്ധിക്കാനും നിങ്ങളുടെ നെഗറ്റീവ് എനർജി മാറ്റാനും നിങ്ങളുടെ സർവ്വദോഷങ്ങൾ നീക്കാനും ഈ ഒരു ചെറുനാരങ്ങ പ്രയോഗം കൊണ്ട് സാധിക്കുന്നതാണ്. ഇത് പല ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇത് ദിവസം മാറ്റണം എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. ഒരു ചെറുനാരങ്ങ വെള്ളത്തിൽ ഇട്ടിട്ട് ഒരാഴ്ച അവിടെ ഇരിക്കും, അത് ചീഞ്ഞു പോണ വരെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി പോവില്ല, തിരിച്ച് നമ്മളിലേക്ക് തന്നെ നെഗറ്റീവ് എനർജി വരും എന്നുള്ളത് മനസ്സിലാക്കുക. ദിവസം ഇത് മാറ്റിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. വെറുതെ അല്ല നമ്മൾ ഈ വണ്ടിയിലൊക്കെ പൂജിക്കുന്നത് നാരങ്ങ. അത് ഇതിനു വേണ്ടിയിട്ടാണ്. വണ്ടിയുടെ വീലിന്റെ അടുത്ത് കയറ്റി വെച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയി അത് ചതപ്പിക്കുന്നത് നെഗറ്റീവ് ഊർജം കളയാനാണ്, നമുക്ക് നന്മ വരാനാണ്. അതുപോലെ തന്നെ ചില വീടിന്റെ മുന്നിൽ ചെറുനാരങ്ങ കോർത്തിട്ടിട്ടുണ്ടാവാം, പച്ചമുളക് ചെറുനാരങ്ങ കോർത്തിട്ടുണ്ടാവാം. ഇതൊക്കെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയേ ഈ വീഡിയോ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊരു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ അമർത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിശ്വാസത്തോട് കൂടിയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.